My colleague here, we sit in Parliament and have long discussions about spirituality and non-political concepts. എൻ്റെ ഈ സുഹൃത്തുമായി പലപ്പോഴും പാർലമെൻറ്റിലിരുന്ന് ഞാൻ സംസാരിക്കാറുണ്ട് രാഷ്ട്രീയേതരമായ വിഷയങ്ങളെക്കുറിച്ച്, മുഖ്യമായും ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ച്. But sometimes being my translator can be a very dangerous job. പക്ഷേ ഒരു പരിഭാഷകനായി അദ്ദേഹം വരുന്നത് ആപൽക്കരമാണെന്ന് എനിക്ക് തോന്നുന്നു. Like just now in Telangana, in one of the speeches, the translator got into a lot of trouble. തെലങ്കാനയിലുണ്ടായ അനുഭവം പോലെ I was saying something and then he was saying something else. ഞാൻ എന്തോ പ്രസംഗിച്ചു കൊണ്ടിരുന്നു, അദ്ദേഹം മറ്റൊന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. Then after some time I started counting my words, you know. He was speaking in Telugu, so I said, okay, I said 5 words and then I would say, okay, maybe what I'm saying in Hindi should take about 5 or 7 words in Telugu, and then he would speak 20, 25, 30 words. അവസാനം ഞാൻ വാക്കുകൾ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങി. ഞാൻ ഹിന്ദിയിലും അദ്ദേഹം തെലുഗുവിലും. 5 വാക്ക് ഞാൻ പറയുമ്പോൾ അദ്ദേഹം അതിലേറെ പറയുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നി ഹിന്ദിയിൽ 5 പക്ഷേ തെലുങ്കിൽ 7 മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷെ അതങ്ങനെ നീണ്ടു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. Then sometimes I would say something that is quite boring and the crowd would jump very excited. ഞാൻ ചിലപ്പോൾ വളരെ ഉദാസീനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വളരെ അത്യാവേശമുണ്ടാക്കി പറയുന്നതും ഞാൻ കണ്ടു. And then I would say something exciting and the crowd would keep quiet. ഞാൻ വളരെ ആവേശകരമായ കാര്യം പറഞ്ഞപ്പോൾ സദസ്സ് നിശബ്ദമായിരിക്കുന്നതും ഞാൻ കണ്ടു. And at the same time I cannot get angry, so I have to smile all the time. ഒന്നും മനസ്സിലാക്കാതെ ഞാൻ എല്ലാം പുഞ്ചിരിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. So, but I know my friend is a good translator, so he won't have any such problems. പക്ഷേ എൻ്റെ ഈ സുഹൃത്ത് ഒരു നല്ല പരിഭാഷകനാണെന്ന് എനിക്കറിയാം. See, for me, for Bashir ji, for Tangal ji, it's easy to remember Haji ji. ഇവിടെ സംസാരിച്ച അഭിവന്ദനായ തങ്ങളെപ്പോലെ, അദ്ദേഹത്തിൻ്റെ മകൻ ബഷീറിനെ പോലെ അവർക്കൊക്കെ സീതി ഹാജിയെ കുറിച്ച് പറയാൻ വളരെ അനായാസകരമായിട്ട് സാധിക്കും. They saw him, were close to him, they know him in detail, they understand him, so it's easy to come and give a speech. അദ്ദേഹത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അദ്ദേഹവുമായിട്ട് അവർ ഇടപഴകി, അദ്ദേഹവുമായി അവർ സംവദിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നിരവധി അനുഭവങ്ങൾ അവർക്കുണ്ടായി. For me, I have to think about it much more. It's like a jigsaw puzzle. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറേയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Because I didn't have the opportunity to meet Haji ji. പക്ഷെ ഒരിക്കൽ സീതി ഹാജിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായില്ല എന്നതുകൊണ്ടാണത്. So I have to listen to the speeches. I have to ask the people who worked with Haji ji to get a sense of what the person was like. എനിക്ക് സീതി ഹാജിയെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് ഇടപഴകിയ ആളുകളെ മനസ്സിലാക്കി അവരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനങ്ങൾ കരഗതമാക്കേണ്ടിയിരിക്കുന്നു. So while they were speaking, I was thinking, trying to create a image of the person. അവരൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ സീതി ഹാജിയുടെ ഒരു സ്വരൂപം നിർമ്മിക്കുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. So for me, the single most important characteristic of a leader is humility. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് എക്കാലവും തോന്നിയിട്ടുള്ളത് വിനയമാണ്. I believe that if a leader is not humble, if a leader is not able to observe himself, then he cannot be a leader. ഒരാൾക്ക് വിനയാന്വിതനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ, തന്നെ സ്വയം നിരീക്ഷണ വിധേയനാക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അയാളൊരു നേതാവല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So the first thing I realized while the speeches were going on was Haji ji was a gentleman who could stand in the assembly of Kerala and laugh at himself. സീതി ഹാജിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൗതുകകരമായ സംഗതി ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം പരിഹസിക്കാൻ വരെ സാധിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. That he did not take himself so seriously that he had the ability to look at himself
and laugh at himself. തന്നെ ഗൗരവമായിട്ടെടുക്കാത്ത ഒരു വ്യക്തി, തന്നെ തന്നെ സ്വയം നോക്കി തന്നെ തന്നെ കളിയാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അതായിരുന്നു സീതി ഹാജി. So he had certainly the quality of humility. അദ്ദേഹത്തിന് സൗമ്യതയുടെ മഹാഗുണം വേണ്ടുവോളം ഉണ്ടായിരുന്നു. Now, I meet many politicians all the time. ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയക്കാരെ സ്വാഭാവികമായും കണ്ടുമുട്ടുന്നു. And as you know, politicians are quite smart people. നിങ്ങൾക്കറിയാവുന്ന പോലെ രാഷ്ട്രീയക്കാർ വളരെ സമർത്ഥരാണ്. Today's politicians, they will only show you what they want to show you. ഇന്നത്തെ രാഷ്ട്രീയക്കാർ നിങ്ങളെ അവർ എന്താണോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ കാണിക്കുകയുള്ളൂ. So I've also had to navigate this. I meet many politicians. I have to make an assessment. What is he like? ഞാനും ഇങ്ങനെ ഈ കൂട്ടത്തിനിടയിൽ നിന്ന് രാഷ്ട്രീയക്കാരെ നിരീക്ഷിക്കണം, അവരെന്താണെന്ന് മനസ്സിലാക്കണം, അവർ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പ്രത്യേകം വിലയിരുത്തുകയും ചെയ്യും. They'll come very simple clothes. ചിലപ്പോഴൊക്കെ അവർ വളരെ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നേക്കും. Then no expensive watch. വളരെ വിലപിടിപ്പുള്ള വാച്ചൊന്നും കെട്ടിയെന്ന് വരില്ല. ഫटे हुए जूते. അതുപോലെ തന്നെ തൻ്റെ വസ്ത്രധാരണങ്ങളിൽ വളരെ ആർഭാടമൊന്നും കണ്ടെന്ന് വരില്ല. And then afterwards you go to his house and he's got a big BMW there. പക്ഷേ അവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കാണുക. വളരെ BMW പോലുള്ള വളരെ വലിയ ആർഭാടകരമായ ജീവിതമാണ് അവിടെ കാണാൻ സാധിക്കുക. First in the beginning I would look at the watch and no watch, then I'd say okay, he doesn't wear an expensive watch, so I do this type of calculation. ആളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വാച്ച് പോലും കെട്ടാത്ത സാധു മനുഷ്യനെന്ന്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കില്ലെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെടും. But these guys, they're too smart, they know what you're looking for. അതുകൊണ്ട് അവർക്കറിയാം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന്. അവർ അത്രയും സമർത്ഥരാണ്. So I had to come out with some new technology where I can judge the person, the politician or the person quickly and accurately. അതുകൊണ്ട് എന്താണ് രാഷ്ട്രീയക്കാരൻ, അയാളുടെ കൃത്യത എന്താണെന്ന് മനസ്സിലാക്കാൻ വല്ല പുതിയ സാങ്കേതിക വിദ്യയും കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ ഇന്നുള്ളത്. So it took me 20 years, but it took me 18 years, but after 18 years I found out the bulletproof way of finding this out. ഒരു 10-20 കൊല്ലം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 10-18 വർഷം കൊണ്ടാണ് എനിക്ക് സൂക്ഷ്മമായി ഇത് മനസ്സിലാക്കാനുള്ള ഒരു സുരക്ഷിതമായ മാർഗം അവലംബിക്കാൻ സാധിച്ചത്. Where it is impossible for the person to hide the truth. അതായത് ഒരു വ്യക്തിക്കും സത്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു സുരക്ഷാക്രമം. So what I do is when somebody comes, I'll say hello, how are you, and meet them, and they'll do their whole thing. അതുകൊണ്ട് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് കുശലാന്വേഷണം നടത്തും, എങ്ങനെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. And then after that I'll say, can you do me a favor, can you send me your children? പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ, നിങ്ങളുടെ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമോ? I want to meet your children. നിങ്ങളുടെ കുട്ടികളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരോട് ഞാൻ പറയും. And I found that with the children the truth cannot be hidden. കുട്ടികളുടെ കാര്യത്തിൽ സത്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെന്ന്. So the father can show not wear a watch, but the child will come with the watch. പിതാവിന് ഒരു പക്ഷേ വാച്ച് കെട്ടാതെ അഭിനയിക്കാൻ സാധിച്ചേക്കും, പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. It's impossible because the child comes and say, what are you studying? And the father is saying, I'm not interested in money, and the son is studying MBA. കുട്ടിയോട് ചോദിച്ചാൽ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പിതാവിനൊരു പക്ഷേ പണമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിച്ചേക്കാം, പക്ഷേ മകൻ MBAക്കായിരിക്കാം പഠിക്കുന്നത് എന്ന സത്യം വെളിവാവുക തന്നെ ചെയ്യും. So the best way to find out about a father or a mother is to look at the child. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി സന്താനങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. Right? So the first time I met Bashir ji, I was in Hindi, I'll say it. I told the guy who works with me, I said, isme dam hai. ബഷീർജിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ അകത്ത് മരുന്നുണ്ട് എന്ന്. Because you meet many politicians, so I said, this fellow, he's a dynamic guy, strong guy. ഈ മനുഷ്യൻ വളരെ പ്രത്യുൽപ്പന്നമതിയാണ്, വളരെ ചലനാത്മകമായ വ്യക്തിത്വമുള്ള ആളാണ് എന്നും എനിക്ക് മനസ്സിലായി. Then after that, I think it was the assembly election where we did the road show.
Assembly election. In the assembly election, we went on the road show. On the road show. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ റോഡ് ഷോക്ക് പോയി. Then I told the same guy who used to work in my office that, this guy is quite close to the people. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോടോ ഞാൻ പറഞ്ഞു ഈ മനുഷ്യനെ ശ്രദ്ധിക്കണമെന്ന്. So he's a dynamic guy and he's close to the people. അദ്ദേഹം ജനങ്ങളുമായി വളരെ അടുപ്പത്തിലാണ്, വളരെ വളരെ ചലനാത്മകമായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് എന്നും ഞാൻ പറഞ്ഞു. Then I said, I also suspect he's got a little bit of a bad temper sometimes. അതുകൊണ്ട് വേറെ വല്ല ഏർപ്പാടുമുണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിലും ഞാൻ എത്തി. But why am I telling you this story? Because he's the imprint of his father. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണമെന്നാൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ തൻ്റെ പിതാവിൻ്റെ പ്രതിച്ഛായയാണ്. So if I want to understand his father, who I did not have the opportunity to meet, the best way to do it is to look at him. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും പിതാവിനെ കാണാൻ അദ്ദേഹത്തിലേക്ക് നോക്കിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And nothing can be hidden. ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. So it's an honor for me to come and release the book. Unfortunately, I can't read it because it's not in English or in Hindi. ഇവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു. നിർഭാഗ്യവശാൽ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലാത്തത് കൊണ്ട് എനിക്കത് വായിക്കാൻ സാധിക്കില്ല. But I would like to thank Haji ji for the work he did. He was a carpenter and he started as a carpenter, but I think all his life he built bridges between communities, between people, between ideas. ഞാൻ ബഹുമാനപ്പെട്ട സീതി ഹാജിയെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. വളരെ ലളിതമായ ജീവിതത്തിൽ നിന്ന് തുടങ്ങി മരങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തൊഴിലിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം സമുദായത്തെ കെട്ടിപ്പടുത്തു, സമൂഹത്തെ നല്ല നിലയിൽ സേവനം ചെയ്യുവാനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി, അതിലൂടെ അദ്ദേഹം രാഷ്ട്രീയമായ കർമ്മത്തിൽ മുന്നേറുകയും ചെയ്തു. And I think in a world today where everybody is busy breaking bridges, we need people like Haji ji who built bridges, had affection for other people. പലരും പാലങ്ങൾ തകർക്കുന്ന കാലത്ത്, സമൂഹത്തിലെ നിലനിൽക്കുന്ന പാലങ്ങൾ തകർക്കുന്ന കാലത്ത് സീതി ഹാജിയെ പോലെ പാലങ്ങൾ കെട്ടുന്ന വ്യക്തികളെ നമുക്ക് ആവശ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. And so there is a lot we can learn from him. അതുകൊണ്ട് അദ്ദേഹത്തിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Last thing I'd like to say that the more I come to Kerala, the more I come to Wayanad, the more I feel that this is my home. അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തിലേക്ക് ഞാൻ വരും തോറും, വിശേഷിച്ചും വയനാട്ടിലേക്ക് വരും തോറും ഇതെൻ്റെ സ്വന്തം വീടാണ് എന്ന തിരിച്ചറിവാണ് ഓരോ വരവും എനിക്ക് പ്രദാനം ചെയ്യുന്നത്. And I like coming here. ഇവിടെ ഓരോ തവണ വരുന്നതും ഞാൻ സ്നേഹിക്കുന്നു. I don't consider it like my work. I consider it like coming back to family and meeting my friends. ഞാനൊരു ജോലിയുടെ ആവശ്യമായി ഇവിടെ വരുന്നു എന്നല്ല, സ്വന്തം കുടുംബത്തിലേക്കുള്ള വരവ് പോലെയാണ് എനിക്കിവിടേക്കുള്ള ഓരോ വരവും അനുഭവപ്പെടുന്നത്. Thank you. നിങ്ങൾക്ക് നന്ദി.